ഇതൊക്കെ ഇവിടെയാണോ കൊണ്ടുവെക്കുന്നത്? എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടി നീറ്റ്നെസ് ഒക്കെ വേണ്ടേ? അതെങ്ങനെ ഉണ്ടാവാനാ? വെറും ഒരു ചീള ഏട്ടിന്റെ മക്കളല്ലേ? എന്താ ഈ പടച്ചു വെച്ചിരിക്കുന്നത്? അരി ഉഴുന്നു അരച്ച് ആവിയിൽ വെച്ച് ഇഡ്ഡലിയാവൂ? ആ പൂപ്പയാണോ കഴിക്കാൻ വന്നിരിക്കുന്നത്? കമ്മീഷണർ, DGPയുടെ മോള്, അതൊക്കെ ഓർക്കണ്ടേ? ഒട്ടും ശരിയായില്ലല്ലേ? നന്നായിട്ടുണ്ട്. ആണോ? എങ്കിൽ കഴിച്ചോ. പിള്ളേരെന്തേ നോക്കിയേക്കുന്നത്? ഏട്ടത്തേക്ക് ബുൾസൈ കൊടുക്ക്. എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാ പറ്റില്ല. ആഹാരത്തിന് മുൻപും പിൻപും ബുൾസൈ കഴിച്ചിരിക്കണം. നിന്റെ മുഖത്തെന്താടാ ഒരു വാട്ടം? എന്റെ മുഖം ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ന് നീ മാത്രം പറഞ്ഞാ മതിയോ? കാര്യമായ വാട്ടമുണ്ട് സാവിത്രി. നാളെ മുതൽ ഏട്ടത്തേക്ക് പശുവിൻ പാലിൽ ബദാം ചേർത്ത് കൊടുക്കണം. ഏട്ടാ ഇവിടെ കവർപ്പാലേ കിട്ടൂ. പോരാ, പശുവും പാല് തന്നെ കൊടുക്കണം. മർമ്മം പോയി മേടിച്ചോണ്ട് വരട്ടെ. കസർത്തല്ലാതെ വേറെ എന്തെങ്കിലും ജോലി വേണമല്ലോ. ഒരു DGPയുടെ മോളുടെ പടുതിയെ. എടേ, ഈ ശരീരം നന്നാവാനും മനസ്സേകാഗ്രമാക്കാനും ആയുർവേദത്തിൽ ഒരു മരുന്നുണ്ടല്ലോ. എന്താ അത്? തെങ്ങിൻ മണ്ട രസായനോ? അതെ, അതുടനെ എത്തിക്കാം. എനിക്കൊന്നും വേണ്ട. അയ്യോ, വെറുതെ എന്നെ കൊണ്ട് പൈസ ചെലവാക്കിണ്ടെന്ന് വെച്ചിട്ടല്ലേ എന്റെ ഭാര്യയുടെ ആരോഗ്യം നോക്കി കഴിഞ്ഞിട്ട് മതി എനിക്ക് സമ്പാദ്യം. നീ ഇനി ജോലി ഒന്നും ചെയ്യണ്ട. വല്ല വീക്കിലിയും വായിച്ചിരുന്നാ മതി. ടയേർഡാവുമ്പോ കിടന്നുറങ്ങിക്കോ. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും കിടന്നുറങ്ങിക്കോ. എന്നിട്ടും ബോറടിക്കണെങ്കിൽ TV സീരിയൽ കണ്ടോ. നേരത്തെ പറഞ്ഞു ഭർത്താവിന്റെ തുണി അലക്കുന്നതും അടുക്കള കയറി പാചകം ചെയ്യുന്നതൊക്കെ ഭാര്യയുടെ അവകാശമാണ്. ഇപ്പൊ പറയുന്ന ഒന്നും ചെയ്യണ്ടാന്ന്. ഇതിലേതാ? അയ്യോ, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നേരത്തെ. എങ്കിലും അതൊക്കെ വിട്ടേക്ക്. നീ ഇനി ഒന്നും ചെയ്യണ്ട. ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലേക്ക് വിളിക്കണേ കൂട്ടാ. 5 മിനിറ്റ് ഇടവിട്ട് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ ആകെ മൂഡ് ഔട്ട് ആവും. ഇനി ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. ബ്രേക്ക് ഡൗൺ ആയിക്കണ ബന്ധം ഇപ്പൊ ടോപ്പ് ഗിയറിലായല്ലോ അണ്ണ. ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുതെന്ന് മറ്റേ വകുപ്പ് ശരിയായെന്നാ തോന്നുന്നത്. പോയിട്ട് വരട്ടെ കൂട്ടാ. എന്താ രാധാരുക്മണിമാര്? സ്കൂൾ വാർഷികത്തിന്റെ കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വന്നതാ. 16-ാം തീയതി അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയല്ലേ ടീച്ചറെ, മറക്കുവോ? PTA പ്രസിഡന്റ് നിലയ്ക്ക് ഞാനും ഓർമ്മിപ്പിക്കുകയാണ്. സമ്മാനദാനം നിർവഹിക്കാൻ സാറിന്റെ മാഡവും നിർബന്ധമായും എത്തണം. വരുമടോ, ഇപ്പൊ ഞങ്ങൾ ഒന്നിച്ച് എവിടെയും പോവാറുള്ളൂ. ഗീതു, 16-ാം തീയതി സ്കൂളിലെ സമ്മാനദാനം ഓർമ്മയുണ്ടല്ലോ? ഗീതുവിന്റെ പേര് വളരെ പ്രാധാന്യം കൊടുത്ത് നോട്ടീസിൽ അച്ചടിപ്പിക്കണം. DGPയുടെ മകളാണെന്നുള്ളത് പ്രത്യേകം ബ്രാക്കറ്റിൽ ചേർത്തിരിക്കണം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. ഓ, സാർ ഒരു സംശയം ചോദിച്ചോട്ടെ? മാഡവുമായി ഇത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേർന്ന ഏത് വകുപ്പിലാ? ഒരു മേലുദ്യോഗസ്ഥന്റെ പേഴ്സണൽ അഫയേഴ്സിൽ കീഴുദ്യോഗസ്ഥന് ഇടപെടണ്ട. അണ്ടർസ്റ്റാൻഡ്? സോറി സാർ. എന്നാലും ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ജീവിതം മാറ്റി പൊളിയാടോ. കൊള്ളാം. ഭാര്യയെ കയ്പുനീര് കുടിപ്പിച്ചു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. താനത് പ്രാക്ടിക്കലാക്കി കളഞ്ഞല്ലോ. സമർത്ഥനാണോ താൻ? സമ്മതിച്ചിരിക്കുന്നു. ഇതൊക്കെ കേട്ടപ്പോ എനിക്ക് ഒന്ന് കല്യാണം കഴിച്ചാലോ എന്ന് തോന്നുന്നു. എങ്കിലും ആലോചിക്കാം സാർ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വനിതാ SI ലീലാമ്മ 45 കഴിഞ്ഞിട്ട് വിവാഹമായിട്ടില്ല. അയ്യോ, അവളെ കല്യാണം കഴിച്ചാൽ അവൾ എന്നെയായിരിക്കും കഷായം കുടിപ്പിക്കുന്നത്. അതിരിക്കട്ടെ, താൻ ഈ കഷായം കുടിപ്പിക്കുന്നതൊക്കെ പുള്ളിക്കാരത്തിക്കുള്ള ശിക്ഷയാണെന്ന് അവൾ മനസ്സിലാക്കുന്നുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടാവാം. പക്ഷെ അവളത് ഭാവിക്കുന്നില്ല. നല്ല അനുസരണ. ഓ സാർ, അവളെ നേർവഴിക്ക് കൊണ്ടുവരാനാ ഞാൻ ഈ നിർദോഷങ്ങളായ കൊച്ചു കൊച്ചു വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ലൊരു ജീവിത പങ്കാളിയാക്കണമെന്ന ഉദ്ദേശം എനിക്കുള്ളൂ. അവളെ മാറ്റിയെടുക്കാൻ കഴിയുമോ സാർ? അതോ ജീവിതകാലം മുഴുവൻ ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടേണ്ടി വരുമോ? ഇല്ലടോ, മാറ്റിയെടുക്കാനൊക്കെ തനിക്ക് കഴിയണം. അതുകൊണ്ടാണല്ലോ ഞാനും ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത്. DGP സാറ് ഗീതുവിനെ കുറിച്ച് എല്ലാം എന്നോട് പറഞ്ഞു. അതെ, തന്നെയും ഗീതുവിനെയും ഇപ്പൊ കൂട്ടിയോജിപ്പിച്ചതിന്റെ പ്രധാന കണ്ണ് ഞാനാണെന്ന് സാറിന് മനസ്സിലായി. അതുകൊണ്ടാവാം അദ്ദേഹം ഹൃദയം തുറന്നെല്ലാം സംസാരിച്ചു. വിഷമിക്കാടൂ, തന്റെ നല്ല മനസ്സ് ഒരിക്കൽ അവൾ അറിയും. അന്ന് അവൾ പശ്ചാത്തപിക്കും. അതുകൊണ്ട് കമ്മീഷണർ സാറേ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ആട്ടെ, എന്താ അടുത്ത കലാപരിപാടി? സത്യം പറ, ഒരാഴ്ചയായിട്ട് നിങ്ങൾ എന്താ എന്നെ കുടിപ്പിച്ചോണ്ടിരിക്കുന്നത്? മൈ ഗോഡ്, ലിവർ എല്ലാം കൂടെ പുറത്തു വരുന്നത് പോലെ. മോളെ, ഏടത്തിയുടെ മുതുകും തടവിക്കോട്. വേണ്ട, ഡോണ്ട് ടച്ച് മീ. പറ, എന്ത് വിഷമാണ് നിങ്ങൾ എനിക്ക് തന്നോണ്ടിരിക്കുന്നത്? ടെൽ മീ. വിഷമല്ല ഏട്ടത്തി, വിളർച്ച മാറാനുള്ള. വിളർച്ച? ആർക്കാടി വിളർച്ച? മോളെ, നാരങ്ങാ നീരിൽ ഉപ്പിട്ട് കുടിച്ചാ മതി. അത് തന്റെ മര്യാദക്ക് മരുന്നിന്റെ പേര് പറയുന്നുണ്ടോ? എനിക്കറിയില്ല മോളെ. ഓ, എന്തൊരു സ്നേഹം. നിങ്ങളിപ്പോ കുടിയൊക്കെ നിർത്തി വലിയ മാന്യനായിപ്പോയി. എന്റെ പണം കൊണ്ട് കുറെ കുടിച്ചിട്ടുള്ളതാ. ആ നന്ദി വേണം. എന്ത് മരുന്നാവും ഞങ്ങൾക്ക് അറിയില്ല. സൽപ്പേര് സദാനന്ദനാ വാങ്ങിയെന്നറിയാം.
അത് ശരി. നിക്കടവിടെ, തന്നോടാ പറഞ്ഞ നിക്കാൻ. മാഡം എന്നെ വിളിച്ചോ? വിളിച്ചു. കമ്മീഷണറുടെ ഭാര്യയ്ക്ക് താൻ എന്ത് പറഞ്ഞാണ് വാങ്ങിയത്? തന്നെ കാമാക്ഷി വിളിക്കണു. ഞാനിതാ വരുന്നടി. സ്റ്റോപ്പ് ദേർ. കുട്ടാ, നമ്മൾ സന്തുഷ്ടരാണ്, അയാളെ വെറുതെ വിട്ടേക്ക്. പോണ്ട. എന്താണ് വാങ്ങിയത്? കമ്മീഷണറുടെ വൈഫും DGPയുടെ മകളുമാണ് ചോദിക്കുന്നത്. നാളെ കെട്ടിപ്പറക്കി കാസർഗോഡേക്ക് പോണെങ്കിൽ പറയണോ? രക്തദൂഷ്യം കൊണ്ട് ചൊറിയും ചിരങ്ങും വരുന്നവർക്ക് കൊടുക്കുന്ന ഉത്തമ ആയുർവേദ ഉൽപ്പന്നമായ വേപ്പിൻപെട്ട കഷായമാണ് മാഡത്തിന് തന്നത്. വേപ്പിൻപെട്ട കഷായമോ? എന്നിട്ട് ശരീരം നന്നാകാനെന്ന് പറഞ്ഞിട്ട്? ആഹാ, ഇപ്പൊ കാണിച്ചു തരാം. എടോ സാർ, 2 ഭാര്യമാരെയും അവരിൽ എനിക്കുണ്ടായ 7 മക്കളെയും ഒരേ മേൽക്കൂരയിൽ ഒരേ നുകത്തിക്കെട്ടി പൊട്ടിത്തെറികളും പൊട്ടലും ചീറ്റലുമില്ല ശാന്തമായി കുടുംബം മുന്നോട്ട് നയിക്കുന്നതുകൊണ്ടാണ് നാട്ടുകാരന്റെ സൽപ്പേര് സദാനത്തിന് വിളിക്കുന്നത്. ആ സൽപ്പേരിനെ ദുഷ്പേര് കേൾപ്പിക്കരുത് സാർ. ഡാഡി, ആ മരുന്നിന്റെ പേര് കിട്ടി. ചൊറിക്കും ചെരങ്ങിനൊക്കെ കൊടുക്കുന്ന വേപ്പിൻപെട്ട കഷായം. ഇപ്പൊ മനസ്സിലായില്ലേ? ഏയ്, അതൊന്നും ആയിരിക്കില്ല. സഞ്ജീവൻ അങ്ങനൊന്നും ചെയ്യില്ല മോളെ. നിന്റെ ദേഹരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതോ വില കൂടിയ മരുന്നായിരിക്കും. അല്ല ഡാഡി, ഇതൊരു പ്ലാന്റ് റിവെഞ്ചാ. ഇനി 3 കുപ്പിയോട് ഷെൽഫിൽ വെച്ച് പൂട്ടിയിരിക്കുക എന്നെ കൊണ്ട് കുടിപ്പിക്കാൻ. ആ, അതുകൂടി നിർബന്ധമായും എന്റെ മോള് കഴിക്കണം. മെഡിസിൻ ഒരു കോഴ്സ് പൂർത്തിയായാലേ അതുകൊണ്ട് ഫലമുണ്ടാവും. ആ 3 കുപ്പിയും കൂടി കുടിച്ച എന്റെ ഡെഡ് ബോഡി ആയിരിക്കും ബാക്കി. ബി സീരിയസ് ഡാഡി. ഒരാഴ്ചയായിട്ട് ഞാൻ ത്രൂ ഔട്ട് ഛർദിക്കുക. ഛർദിയോ? ലക്ഷ്മി, എന്താ മോക്ക് ഛർദി തുടങ്ങിന്ന്? മോളെ, മമ്മിയാ മോക്ക് ഛർദിലോ? അതെ മമ്മി, ഏതോ വൃത്തിയായിട്ട് മരുന്ന് എന്ന് ഛർദിപ്പിക്കുക. പറഞ്ഞിട്ട് ഡാഡിക്ക് മനസ്സിലാവുന്നില്ല. എന്നാ മമ്മിക്ക് മനസ്സിലായി. ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. ഇനി അങ്ങോട്ട് ശരീരം വളരെ സൂക്ഷിക്കണേ മോളെ. കുറച്ച് മരുന്ന് ലേഹ്യമൊക്കെ വാങ്ങി മമ്മിയും ഡാഡിയും ഉടനെ അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ മമ്മി, ഇത് അതല്ല. ഇനി മോൾ ഒന്നും പറയണ്ട. ഇപ്പൊ അല്പം ശുണ്ടിയൊക്കെ കൂടുന്ന ടൈമാ. മോള് ഫോൺ വെക്കടി മോളെ. പൊട്ടി പെണ്ണ, ഒന്നും അറിയില്ല. ആരും എന്റെ പ്രോബ്ലം മനസ്സിലാക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കുട്ടാ. എനിക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴമൊക്കെ അങ്കിളിന് നന്നായിട്ട് അറിയാം. അയ്യോ പാവം, 4-5 ദിവസമായിട്ട് നിർത്താതെ ഛർദിക്കുന്നതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. ആ പിന്നെ നാളെയാണ് സ്കൂളിലെ ഫംഗ്ഷൻ. കമ്മീഷണർ ഉദ്ഘാടനം, മിസസ് കമ്മീഷണർ സമ്മാനദാനം. വീഡിയോ കവറേജ് ഒക്കെ ഉള്ളതാണ്. നല്ല സ്മാർട്ട് ആയിരിക്കണം. ഓക്കെ, വാ കിടക്കാം. ഇങ്ങനെ കിടന്നാ ശരിയാവില്ല. പിണങ്ങുമ്പോ ഏതൊരു ഭാര്യയും കാണിക്കുന്നൊരു വലിയ കള്ളത്തരം അത്. ചില വായി നോക്കി ഭർത്താക്കന്മാര് പുറകെ ചെല്ലും. എനിക്ക് നല്ല കൺട്രോളാ. കുറെ ദിവസം നീ ഇങ്ങനെ തന്നെ കിടക്കും. PTA പ്രസിഡന്റ് നിലയ്ക്ക് എനിക്കുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്റ്റേജ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. സാർ, നോട്ടീസ് ഡ്രിങ്ക്സ് കൊടുത്തയക്കാം. വേപ്പിൻപട്ട ആയിരിക്കും. ഒരു വേപ്പിപ്പട്ട വരുത്തി വെച്ച വിനേ. ഓ മലയാളം. ഇവർക്ക് ഇതൊന്ന് ഇംഗ്ലീഷിൽ പ്രിന്റ് ചെയ്താലെന്താ? എല്ലാവർക്കും വായിക്കാലോ. ഓഹോ സുഹൃത്തെ, ഇനി പോയിട്ടേ ആ പാവം പിള്ളേരുടെ പടം എടുക്ക്. ഞങ്ങളൊരു സ്വകാര്യം പറഞ്ഞോട്ടെ. പോടേ. പഞ്ചവാദ്യം, താലപ്പൊലി, സ്വീകരണം, കണ്ടോടി കമ്മീഷണറുടെ ഒരു വില. ഓ, ഒരു ജെന്റിൽമാൻ. കമ്മീഷണറുടെ യഥാർത്ഥ മുഖം ഇവർക്ക് അറിയില്ലല്ലോ. ഒരു കാമദേവൻ ചമഞ്ഞിരിക്കുന്നു. സംശയം എന്താടി? സ്വീകരിച്ചു കൊണ്ടുവരുമ്പോ എല്ലാവരുടെയും കണ്ണ് സഞ്ജീവന്റെ മുഖത്ത് തന്നെയായിരുന്നു. അതെ, ഇത്രയും നല്ലൊരു പെണ്ണിനെ, അതും DGPയുടെ മോളെ, ഈ കോമാളിക്ക് എങ്ങനെ കിട്ടിയെന്ന അത്ഭുതം കൊണ്ടാവും. അതല്ലടി കുരങ്ങ്, ഇത്രയും സുമുഖനായ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കണ്ണ് തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരെണ്ണം എന്നാവും. മര്യാദക്ക് എന്റെ തണലില് വെയിറ്റിട്ടിരിക്കടി. ഓ, അങ്ങ് ഇരുന്നേച്ചാലും മതി.